പേര് ഭൂമൻ എന്നൊരു പേരുണ്ട്. ഭട്ടതിരിപ്പാട് ഇടയ്ക്കിടയ്ക്ക് നാരായണീയത്തിൽ പറയുന്നൊരു വാക്കാണ് ഭൂമൻ എന്നുള്ളത്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഭൂമൻ കായേന വാച മുഹുരപി മനസാ ത്വൽഫല പ്രേരിതാത്മാ യദ്യൽ കുറുവൻ സമസ്തം. ഭൂമൻ എന്നുള്ളൊരു ശബ്ദം അവിടെ കാണാം. വീണ്ടും നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ കല്ലോലോലാസതുല്യം ഖലു വിമലതരം സത്വമാഹുത്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വജ തൊൽക്കലാ സേവഭൂമൻ. ഭൂമൻ എന്നുള്ള ശബ്ദങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാം. ഭൂമി ആകുന്ന മനസ്സിനെ ഉയർത്തുന്നവനാണ് ഭഗവാൻ. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മളിൽ തന്നെ നടക്കേണ്ടുന്ന ഒരു കഥയാണ് ഈ ഹിരണ്യാക്ഷവധവും. അതുപോലെ മനസ്സാകുന്ന ഭൂമിയെ ഉയർത്തണം. ഇപ്രകാരം ഈ കഥ പറഞ്ഞു ഉപസംഹരിപ്പിച്ചു. അതിനുശേഷം പിന്നീട് അടുത്ത കഥയിലേക്ക് കടക്കുകയാണ്. പിന്നീട് ഭൂമിയെ, ഇവിടെ ഭൂമി വന്നു. ഇനി സൃഷ്ടി വ്യാപാരങ്ങളൊക്കെ വീണ്ടും ബ്രഹ്മാവ് തുടങ്ങി. പല സൃഷ്ടികളും ചെയ്ത് പിന്നെ ബ്രഹ്മാവ് നേരത്തെ സ്വയംഭൂമിന് അവന് ജന്മം കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തിന് 5 കുട്ടികളുണ്ടായി. ഇനി അവരുടെ കഥകളൊക്കെയാണല്ലോ നമുക്ക് വിസ്തരിച്ച് പറയാനുള്ളത്. 5 കുട്ടികൾ, 2 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. ഈ പേരുകളൊക്കെ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് 4-ാമത്തെയും 5-ാമത്തെയും കഥയിലേക്കൊക്കെ വരുമ്പം എളുപ്പം മനസ്സിലാവും. അതിൽ അദ്ദേഹത്തിന് 5 മക്കളുടെ പേര്, ആൺകുട്ടികളുടെ പേര് ഉത്താനപാദൻ, പ്രിയവ്രതൻ, ഇങ്ങനെ 2 പേര്. പെൺകുട്ടികളുടെ പേര് ആകൂതി, പ്രസൂതി, ദേവഹൂതി. ഒക്കെ ഹൂതികളാണ്, വേഗം മനസ്സിലാവും. ആകൂതി, പ്രസൂതി, ദേവഹൂതി. ഇതെന്ത് കൊതിയാണോ അറിയില്ല. അന്നൊക്കെ അങ്ങനെ ഇരിക്കാൻ പേരിട്ടിരിക്കുന്നത്. അതിനൊക്കെ അർത്ഥങ്ങളുണ്ട്. പ്രസൂതി എന്ന് പറഞ്ഞാൽ പ്രസവിച്ചുകൊണ്ടേയിരിക്കുന്നതൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ. ഏതായാലും അങ്ങനെയൊക്കെ ഒരു പേരുകളൊക്കെ ഇട്ട് അദ്ദേഹം കുട്ടികളൊക്കെ വളർത്തിക്കൊണ്ടുവരുമ്പം ദേവഹൂതി കന്യകയായി. ആർക്കാ കൊടുക്കേണ്ടത്? ഇന്നാണെങ്കിൽ മോളോട് ആദ്യം ചോദിക്കണം നിന്നെ ആർക്കാ കൊടുക്കേണ്ടത് എന്ന്. കാലം അങ്ങനെയാണല്ലോ ഇന്ന്. കാരണം നെറ്റും ഇന്റർനെറ്റും ഒക്കെ ആയിട്ട് അവരെ ഓരോരുത്തരെ കണ്ടെത്തിയിട്ടുണ്ടാവും. പണ്ട് കാലത്ത് കാരണവന്മാരോടാണ് ചോദിക്കുക. അപ്പൊ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു. ബ്രഹ്മാവിനോട് വെച്ചു, അച്ഛാ മോൾക്ക് പ്രായമൊക്കെ, അച്ഛനൊരു ബോധമില്ലേ? നല്ലോണമുണ്ട്. ആർക്കാ കൊടുക്കേണ്ടത്? അച്ഛൻ ആർക്കാ ഈ മകന്റെ മകളെ കൊടുക്കണറിയോ? അച്ഛൻ്റെ വേറൊരു മകനാ. യോജിക്കുവോ? ഇത്തിരി ഒരു വിശക് തോന്നില്ലേ? കുറച്ചൊരു വിശക് തോന്നി. കഥയിൽ കൊടുക്കുന്നത് കർദ്ധമ പ്രജാപതിക്കാണ്. അദ്ദേഹത്തിന്റെ പേര് കർദ്ധമ പ്രജാപതി. പറഞ്ഞു, നീ കർദ്ധമന് കൊടുക്കണം. ഇപ്പോ അദ്ദേഹം സരസ്വതീ നദീ തടത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ അദ്ദേഹത്തിന് കൊടുക്കുന്നത്? അദ്ദേഹത്തിലൂടെ ഭഗവാൻ പ്രകടമാവും, കപിലൻ എന്ന പേരിൽ പ്രകടമാവും. അതുകൊണ്ട് നീ അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ചു. അതിനുശേഷം കർദ്ധമനാണെങ്കിലോ സരസ്വതീ നദീ തടത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തപസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഭഗവാൻ ശംഖചക്ര കഥാരൂപത്തിൽ പ്രകടമായെന്ന് 21-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. കിരീടിനം കുണ്ടലിനം ശംഖചക്രഗദാധരം ശ്വേതൽ ഫലക്രീഡനകം മനസ്പർശിത സ്മിതേക്ഷണം. ഭഗവാന്റെ ആ മനോഹരമായ രൂപത്തെ കണ്ടതും അദ്ദേഹം അവിടെ വെച്ചിട്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭഗവാന്റെ പാതാരവിന്ദത്തിൽ വീണ് നമസ്കരിച്ചു. ഭഗവാനെ ഏകസ്വയം സഞ്ജഗതിശ്രേക്ഷയാ ദ്വിതീയാത്മന്നതിയോഗമായയാം സൃജസ്യതപ്പാസി പുനർഗ്രസിഷ്യസേ യഥോർണനാഭിർ ഭഗവൻ സശക്തിഭി. ഭഗവാനെ, അങ്ങയുടെ ഉള്ളിൽ നിന്ന് പ്രകടമായ വിഷയം അങ്ങ് തന്നെ നിലനിർത്തുന്നു, അങ്ങ് തന്നെ അങ്ങയിലേക്ക് എടുക്കുന്നു. ഏതുപോലെ? ഊർണനാഭി. നല്ലൊരു ഉദാഹരണമാണ്. ഞാൻ ഒരിക്കൽ പറയേണ്ടായത്. ഏതുപോലെ? 8 പോലെ തൻ്റെ ഉള്ളിൽ നിന്നും വരുന്നൊരു വല തന്നിലേക്ക് തന്നെ വലിച്ചെടുത്ത് തന്നിൽ തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു 8 പോലെ അവിടുന്ന് ഈ ലീലകളൊക്കെ ആടുന്നു. ഭഗവാനെ, ഞാൻ വളരെ സന്തോഷനായി. എന്താണ് അവിടുത്തെ നിർദ്ദേശം എന്ന് പറഞ്ഞാലൊന്നും. ഉടനെ ഭഗവാൻ പറഞ്ഞു, നോക്കൂ, പ്രജാപതി സുസംനാണം മനുർവിഖ്യാതമംഗള ബ്രഹ്മാവർത്തം ജ്യോതിവസൻ ശാസ്തി സപ്താർണവം മഹിം സജേഹ വിപ്രരാജശ്രീ മഹിഷ്യാസധരൂപയ ആയാസ്യതീദുക്ഷത്വം പരസ്യോ ധർമ്മഗോവിതാം. എനിക്കറിയാലോ, ഇവിടെ സ്വയംഭൂ മനു അദ്ദേഹം 7 ദ്വീപുകളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. 7 ദ്വീപുകളെ. 7 ദ്വീപ് എന്ന് പറഞ്ഞാൽ മുഴുവൻ എന്തായി? 7 ദ്വീപുകൾ മുഴുവൻ ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമി മുഴുവൻ ഭരിച്ച ചക്രവർത്തിയായിരുന്നു
നമുക്ക് ഇന്ത്യ എന്നൊന്നും അല്ല അന്നുള്ളത്. 7 ദ്വീപുകളെ ഭരിച്ചു എന്നൊക്കെയാണ് ഭാഗവതത്തിൽ പറയുന്നത്. ഭാരതത്തിലല്ല ഇത് ഉണ്ടായിരിക്കുന്നത്. ഈ കഥകളൊക്കെ ഇത് ഉണ്ടായത് മൊത്തം ഭൂമിയുടെ കഥകളാണ്. അതുകൊണ്ടുണ്ടല്ലോ നമുക്ക് മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോണ്ടല്ലോ നമുക്ക് പലപ്പോഴും അവരുടെ പല കാര്യങ്ങളും കാണുമ്പോണ്ടല്ലോ ഭാരതീയ സംസ്കാരത്തിന്റെ അവരുടെയൊക്കെ സ്വാധീനം വളരെയധികം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആശ്ചര്യപ്പെടേണ്ട ഒരു കാര്യമുണ്ടല്ലോ, നിങ്ങൾ തായ്ലൻഡിൽ പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടായിരിക്കാം. അവർ എയർപോർട്ട് പണിതപ്പം, ഇപ്പം അടുത്ത കാലത്ത് പണിത എയർപോർട്ട്, അതിൻ്റെ എയർപോർട്ടിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ നമ്മുടെ പാലാഴി മഥനം സ്റ്റാച്യു ആണ് വളരെ ആദരവോടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പാലാഴി മഥനത്തിന്റെ എത്രയോ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ട് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അസുരന്മാർ വാല് പിടിക്കുന്നതും ദേവന്മാർ തല പിടിക്കുന്നതും. നമുക്ക് വല്ല വിലയുണ്ടോ അതിന്? നമ്മുടെ ഭാരതത്തിന്റെ ഒരു അവസ്ഥ നോക്കൂ നിങ്ങൾ. ഭാരതത്തിന് പറ്റിയ വിഷമം എന്താന്ന് വെച്ചാൽ ഇതൊന്നും മനസ്സിലാക്കി ഇതിനെ വേണ്ട വിധത്തിൽ മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കാൻ ആളുണ്ടായില്ല. മറ്റുള്ള മതവിഭാഗങ്ങൾക്ക് അവരുടെ ഗ്രന്ഥം പ്രചരിപ്പിക്കാൻ ആളുകളുണ്ടായിരുന്നു, എന്നാൽ ഭാരതത്തിൽ അതുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്കൊക്കെ പറ്റിയൊരു വീഴ്ച അതാണ്. നമ്മൾ ഓരോരുത്തരും പഠിക്കൂ, ഇത് മനസ്സിലാക്കൂ. ഇതൊക്കെയാണ് ഭാരതീയ സംസ്കാരത്തിന്റെ മഹത്വം. ഈ ഭൂമി തന്നെ ഭരിച്ച ചക്രവർത്തിമാരുണ്ടായിരുന്നു എവിടെ? ഭാരതത്തിൽ. ഇനി നിങ്ങൾ പഞ്ചമസ്കന്ധമൊക്കെ വരുമ്പോൾ അത്ഭുതപ്പെടും. അവിടെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ഭൂഗോളവർണ്ണന എന്നാണ്. എന്താണ്? ഗോളവർണ്ണന. അപ്പൊ അതിന്റെ ആകൃതി ഗോളാകൃതിയാണെന്നുള്ളത് ഒരു ടെലസ്കോപ്പും ഇല്ലാതെ കണ്ടെത്തിയ ഒരു പൂർവികന്മാരുടെ സംസ്കാരം. ഇങ്ങനെ അത്ഭുതങ്ങൾ പലതുമുണ്ട്. പക്ഷെ ഇതൊന്നും ആരും മനസ്സിലാക്കിയിട്ടില്ല എന്ന് മാത്രം. ഏതായാലും അങ്ങയുടെ മുന്നിൽ ആ സ്വയംഭൂ മനു അദ്ദേഹത്തിന്റെ പുത്രിയുമായിട്ട് വരും, അങ്ങ് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. പിന്നീട് ഒരു ദിവസം മനുസ്യന്തനമാസ്തായ ശാതകോംബരിച്ചതം ആരോപ്യ സംദുഹിതരം സഭാര്യപ്പടനുന്മഹിം തസ്മിൻ സുതന്നഹവനി ഭഗവാന്യൽ സമാധിശൽ ഉപായാദാശ്രമപദം മുനേ ശാന്തരസ്പദസൽസൽ. ഒരിക്കൽ സ്വയംഭൂമനു ഭാര്യയോടും മകളോടുമൊത്ത് തൻ്റെ തേരുമെടുത്തുകൊണ്ട് അവിടെ സരസ്വതി നദി തടത്തിലെത്തിച്ചേർന്നു. വളരെ ആദരവോടെ സ്വയംഭൂമനുവിനെ സ്വീകരിച്ചിരുത്തി കർദമ പ്രജാപതി. എന്നിട്ട് കുശലങ്ങളൊക്കെ പറഞ്ഞു. എന്താ രാജൻ, അങ്ങയുടെ രാജ്യത്തിൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, പ്രിയവ്രതോത്ഥാനപദോ സ്വസേയം ദുഹിതാ മമ അന്വിച്ഛതി പതിം യുക്തം വയശ്ശീല ഗുണാധിപി. പ്രിയവ്രതന്റെയും ഉത്താനപദന്റെയും സഹോദരിമാരായി എൻ്റെ പുത്രിയായിട്ട് ഈ ദേവഹൂതി ഒരു പതിയെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങയിൽ അവൾ യുക്തനായിട്ടുള്ള ഒരാളെ കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഇവൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? അതീവ സൗന്ദര്യമുള്ളവളാണ് ഇവളുടെ സൗന്ദര്യം കണ്ടിട്ട് ഒരു ഗന്ധർവൻ ആകാശത്ത് നിന്ന് വീണു അത്രേ. അതെങ്ങനെ വീണെന്ന് പറയാണ്? വിമാനത്തിൽ നിന്ന് വീണു എന്നാണ്. യാം ഹർമ്യപൃഷ്ടേ കൊണതംഗ്രിശോഭം വിക്രീഡതിം കന്തുക വിഹലാക്ഷിം വിശ്വാവസൊന്നപദാൽ സ്വാൽവിമാനൽ വിലോക്യ സമ്മോഹന വിമൂഢചേത. ഈ കുട്ടി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഇരുന്നിട്ട് പന്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിടയ്ക്കൊരു നോട്ടം അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു ഗന്ധർവൻ അതിലെ പോയി അത്ര. വിശ്വാവസു എന്ന് പറഞ്ഞ ഗന്ധർവൻ. അവൻ ഈ പെൺകുട്ടിയുടെ സൗന്ദര്യം കണ്ടത് ടക്കൊരൊറ്റ വീഴ്ച. അത്രയും സൗന്ദര്യമുണ്ട്. ആർക്ക്? ഇത് ബ്രോക്കർ പറയല്ലേ. ഇന്ന് കല്യാണ ബ്രോക്കർമാർ അതും അതിലൊക്കെ അപ്പുറമൊക്കെ പറയും അവളുടെ സൗന്ദര്യം എങ്ങനെയാണ്, അവളുടെ സൗന്ദര്യം എങ്ങനെയാണെന്നൊക്കെ. ഇത് സാക്ഷാൽ അച്ഛൻ മകളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതാണ് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇവിടെ ബ്രോക്കർമാരുടെ ഇടപെടൊന്നുമില്ല. ഇതിൽ ഇടപെട്ടത് മുഴുവൻ ഭഗവാനാണ്. ബ്രോക്കറായിട്ട് സ്വയംഭൂമനുവിൻ്റെ അടുത്ത് അച്ഛനായിരിക്കുന്ന ബ്രഹ്മാവ് വന്നു. ഭഗവാൻ കർദമ പ്രജാപതിയുടെ അടുത്ത് ബ്രോക്കറായി വന്നത് ഭഗവാൻ തന്നെയാണ്. നോക്കൂ, ഇങ്ങനെ ആളുടെ മകൾ വരും, എനിക്ക് അങ്ങയുടെ പുത്രനായിട്ട് വരണം എന്നൊക്കെ. അങ്ങയുടെ എൻ്റെ പുത്രിയെ ഞാൻ സ്വീകരിക്കാം, ഒരു കണ്ടീഷനുണ്ട്. എന്തൊക്കെയാണെങ്കിൽ ഇത്ര ആഭരണം വേണം, നെറ്റിപ്പട്ടം കെട്ടണം, അത് കെട്ടണം എന്നൊക്കെയല്ലേ പറയാ. എന്നാൽ ഇവിടെ എന്താ കണ്ടീഷൻ? അധോപജിഷ്യേ സമയേന സാധ്യം യാവൽ തേജോ ബിഭ്രിയാലാത്മനോമേ അതോ ധർമാൻ പാരമഹംസ്യ മുഖ്യൻ ശുക്ലപ്രോക്താൻ ബഹുമന്യേ വിഹംസ്രാൻ. ഞാൻ അങ്ങയുടെ മകളെ സ്വീകരിക്കാം, ഈ സ്വാധിയെ ഞാൻ സ്വീകരിക്കാം. യാവൽ തേജോ വിഭ്രതയാൽ ആത്മനോമേ, ഇവളിൽ എനിക്കൊരു പുത്രനുണ്ടായാൽ, ഒരു ഉണ്ണിയുണ്ടായാൽ, എൻ്റെ തേജസ് ഇവളിൽ പുത്രരൂപത്തിൽ വന്നാൽ ഞാൻ പാരമഹംസ്യ മുഖ്യാൻ ധർമാൻ. ഏത് ധർമ്മത്തെ എടുക്കും? പരമഹംസന്മാരുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഞാൻ വീട് വിട്ടു പോകും. അപ്പൊ ഞാനും നിങ്ങളുടെ മകളും തമ്മിലുള്ള ബന്ധം എത്ര വരെ? ആരെങ്കിലും കൊടുക്കുമോ പെണ്ണിനെ? എന്നാൽ മകളുടെ മുഖത്തേക്ക് നോക്കി അച്ഛൻ, ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി മകൾ പറഞ്ഞു, അച്ഛാ, ഭഗവാന്മാരുടെയൊക്കെ വാക്ക് ശരിയാണെങ്കിൽ എൻ്റെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നത് ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും സാക്ഷാൽ
ഭഗവാനല്ലേ, പിന്നെ എന്തിനാ അച്ഛൻ സംശയിക്കുന്നത്? എനിക്ക് ആരും ഇല്ലാതെയൊന്നും ആവില്ല, പുത്രനായിട്ട് ഭഗവാൻ ഉണ്ടാവില്ലേ, അതുകൊണ്ട് അച്ഛൻ സമ്മതിച്ചേക്കും. സോ അനുജ്ഞാത്വ വ്യവസ്ഥിതം മഹിഷ്യാദുഹിസ്ഫുടം തസ്മൈ ഗുണഗണാഢ്യായ ദത്യോ തുല്യം പ്രഹർഷിതാം പ്രത്വാം ദുഹിതരം സംരൾ സദൃക്ഷായ ഗതവ്യത ബാഹുഭ്യാം ആൽക്കണ്ഡ്യോൽ മതിദാശയാം. അങ്ങനെ മകളുടെയും അമ്മയുടെയും സമ്മതപ്രകാരം ആ അച്ഛൻ മകളുടെ കൈ പിടിച്ചുകൊണ്ട് ആ കർദമ പ്രജാപതിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഇവിടെ ഒരു കല്യാണം നടന്നത്. അച്ഛൻ മകളെ കൊടുത്തിരിക്കുന്ന പ്രത്വാം ദുഹിതരം, അങ്ങനെ മകളെ കൊടുക്കുന്ന ആ ചടങ്ങിനെയാണ് എന്ത് പറയുന്നത്? കന്യകാദാനം എന്ന് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണേ. ഭാരതീയ വിവാഹ സങ്കല്പം എന്ന് പറയുന്നത് അച്ഛൻ മകളെ കല്യാണം കഴിക്കുന്ന വരന് കൊടുക്കുന്നതാണ്. അതിനെ വിളിക്കുന്ന പേര് കന്യാദാനം, കന്യകയെ കൊടുക്കുന്നത്. ഇപ്പം എന്താ ഈ കന്യകയെ കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ള സംസ്കാരാദികൾ എന്തൊക്കെയാണ്? എൻ്റെ മകളെ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുമ്പോൾ ഇനി അവൾ അങ്ങയുടെ സുഖകാര്യങ്ങൾ നോക്കേണ്ടവളാണ്. അതുപോലെ തന്നെ അവളുടെ ജോലി അങ്ങയുടെ സുഖകാര്യങ്ങൾ നോക്കലും അങ്ങയിൽ നിന്ന് ഉത്കൃഷ്ട സന്താനത്തെ ഈ കുട്ടി ധരിക്കണം. അപ്പൊ ഭർത്താവിനെ നിഴലുപോലെ പിന്തുടരുകയും അതേപോലെ തന്നെ ഭർത്താവിൽ നിന്ന് ഉത്കൃഷ്ട സന്താനങ്ങളെ സ്വീകരിക്കേണ്ടവളുമാണ് എൻ്റെ പുത്രി എന്ന് പറഞ്ഞുകൊണ്ടാണ് പുത്രിയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഇതാണ് ഭാരതീയ സംസ്കാരം. അപ്പൊ അതുകൊണ്ട് പുത്രി കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ആ പുത്രിയുടെ ജീവിതത്തിൽ പിന്നെ അച്ഛനമ്മമാര് അധികമൊന്നും ഇടപെടുകില്ല. പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ഇടപെടുകില്ല. പിന്നെ അവരുടെ ജീവിതം സ്വാതന്ത്ര്യം കൊടുത്തേക്കണം. എനിക്ക് തോന്നുന്നു പിന്നീടുള്ള കാലഘട്ടം വന്നപ്പോണ്ടല്ലോ നാം അനാവശ്യമായി മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് കൊണ്ടായിരിക്കാം പലപ്പോഴും വീടുകളിലൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുന്നത്. ഭാരതീയ സംസ്കാരം പറയുന്നത് വിവാഹം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ നമ്മൾ അധികം ഇടപെടാൻ പാടില്ല. അവരെ സ്വതന്ത്രരാക്കി വിട്ടേക്കണം. അല്ലെങ്കിൽ അവരുടെ മനസ്സിലൊക്കെ ഒരു വിഷമങ്ങൾ ഉണ്ടാവും. ഇതാണ് പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരൊക്കെ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കാം, ഇനിയും നമുക്ക് കുറെ സന്ദർഭങ്ങൾ വരും. അതുകൊണ്ട് ഇപ്രകാരം കൊടുത്തുകൊണ്ട് അശക്തവൻ തൽ വിരഹം, തീർച്ചയാണ് ആ കുട്ടിയുടെ വിരഹം അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. മുഞ്ചൻ ബാഷ്പകലാം മുഹു ആസിഞ്ചതംബ വത്സേതി നേത്രോദൈ ദുഹിതശിഖാം, കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീര് വന്നു. ആ പുത്രിയെ ആലിംഗനം ചെയ്തുകൊണ്ട് അച്ഛനും അമ്മയും ശിരസിൽ തലോടിക്കൊണ്ട് അമ്പേ വത്സാം, കുട്ടി ഇനി കുട്ടി സുഖമായിട്ടിരിക്കൂ എന്നെല്ലാം ആശീർവദിച്ചുകൊണ്ട് അവരവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം പിന്നീട് കർദമ പ്രജാപതി തൻ്റെ പത്നിയോടൊത്തുള്ള ജീവിതം 23-ാമത്തെ അധ്യായത്തിൽ വിസ്തരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് ആ പെൺകുട്ടി ഭർത്താവിനെ ശുശ്രൂഷിച്ചത് എന്നാണ്. പിതൃഭ്യാം പ്രസ്ഥിതേ സ്വാദീപതിമിംഗിതഗോവിതാം നിത്യം പരിതപ്രീത്യാ ഭവാനീവ ഭവം പ്രഭും വിശ്രംഭേണാത്മശൗചേന ഗൗരവേണ ധമേന ചാം ശുശ്രൂഷയാ സൗഹൃദേന വാചാ മധുരയാ ചഭോ വിസൃജ്യകാമം ദമ്പം ചാദേശം ലോഭമകം മധം അപ്രമത്യോദ്യതാ നിത്യം തേജീയാൻ സമദോഷയൽ. വളരെ മനോഹരമായൊരു ജീവിതം ഇവിടെ വർണ്ണിക്കുകയാണ്. ഇതൊക്കെ എന്നത് പെൺകുട്ടികളും പഠിക്കേണ്ടതാണ്, ആൺകുട്ടികളും പഠിക്കേണ്ടതാണ്. ഏതുപോലെയാണ് ആ പെൺകുട്ടി ഭർത്താവിനെ ശുശ്രൂഷിച്ചത്? പ്രീത്യ ഭവാനീവ ഭവം പ്രഭും, പ്രീതിയോട് കൂടിയിട്ട് മുഖത്ത് നല്ലവണ്ണം എന്ത് വെച്ചു? പ്രസന്നത വെച്ചു, സന്തോഷം വെച്ചു. അതാണല്ലോ പലപ്പോഴും ഒന്ന് കാണാത്തത്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ കുറച്ചു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ മുഖം വാടി, കുറെ കഴിഞ്ഞാൽ കൃത്യമായി പോവും ജീവിതം, അഭിനയമായി പോവും, ആ ഹൃദയം നഷ്ടപ്പെടും. അപ്പൊ അതിനെന്ത് വേണം? പ്രീത്യ. എന്ത് വേണം? എപ്പോഴും പ്രീതിയിൽ ജീവിതം കൊണ്ടു നടക്കണം. ഇനിയും കാണാം നമുക്ക്. വിശ്രംഭേണ ആത്മശോചേന, ഭർത്താവിനോട് വളരെ ആദരവോടെ പെരുമാറിയതാണ്. ഭാര്യയും ഭർത്താവും ഈ ഏജ് ഡിഫറൻസ് എന്തിനാണ് അത്ര വെക്കുന്നത്? കുറച്ചൊരു ആദരവ് ഉണ്ടാവാനാണ്. ഇന്ന് നമുക്ക് ആദരവുണ്ടോ ഇല്ലയോ? എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടത് മുത്തശ്ശി ഒരിക്കലും മുത്തശ്ശൻ്റെ പേര് പോലും വിളിക്കില്ല. നോക്കൂ, അപ്പൊ മുത്തശ്ശിനെ വിളിച്ചിരിക്കുന്നത് അല്ല, എങ്ങനെയല്ലേ? അങ്ങനെയൊക്കെ വിളിക്കുള്ളൂ, നോക്കൂ നോക്കി വിളിക്കുള്ളൂ. അപ്പം മനസ്സിലാവണം, ദേ ഇങ്ങനെയൊക്കെയാണ്. മുത്തശ്ശന്റെ പേര് ദേ എന്നാണ്. അപ്പൊ നോക്കണം, മനസ്സിലാവും എന്നെയാ ഉദ്ദേശിച്ചത്. ആ പേരൊന്നും വിളിക്കാൻ, മുഖത്ത് നോക്കാൻ തന്നെ, മുഖത്ത് നോക്കിയാൽ മൂത്രമൊഴിക്കുക അവര്. അത്രയാണ് അവരുടെയൊക്കെ പ്രഭാവങ്ങളെ. അത് കഴിഞ്ഞ് എറണാകുളം വരെ ഏട്ടനും, എറണാകുളം കഴിഞ്ഞാൽ ചേട്ടനുമായി.
ഇപ്പൊ ചേട്ടനാണ്. കേശവേട്ട ഇവിടെ വരൂ, കേശവൻ ചേട്ട ഇവിടെ വരൂ, ചേട്ടന്മാര് വന്നു. അതും കഴിഞ്ഞ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, രമേശ് ഇവിടെ വരൂ. എവിടെ എത്തി കാലം? ചിരിക്കുന്നു വേണ്ട, നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യമാണ് പറയണത്. ഇനി എന്നാവോ എടാ രമേശ് ഇവിടെ വാ, അത് അധികമൊന്നും വൈകണ്ട, എത്തി, ഏറെക്കുറെ എത്തിയിട്ടുണ്ട്. അതൊക്കെ എടാ പോടാന്നൊക്കെ വിളിക്കുന്ന ഒരു കാലം വരും. എന്താ നോക്ക് എവിടെ എത്തി സംസ്കാരം എന്നുള്ളത്, ആദരവ് എന്നുള്ളത് ക്രമേണ ക്രമേണ കുറഞ്ഞു. എന്നാൽ ഇനിയിപ്പോ ഏട്ടാ ചേട്ടാന്നൊന്നും വിളിക്കണം എന്നല്ലേ പറയുന്നത്. പക്ഷെ ഭാഷയിൽ കുറച്ചൊരു ആദരവുണ്ടെങ്കിൽ കുട്ടികൾക്ക് അച്ഛനമ്മമാരോടൊരു റെസ്പെക്ട് വരും. ഇന്ന് കുട്ടികൾക്ക് അച്ഛനമ്മമാരോട് റെസ്പെക്ട് വരാത്തതിന് കാരണം അവരുടെ ഇടയിൽ തന്നെ, അച്ഛനമ്മമാരുടെ ഇടയിൽ തന്നെ റെസ്പെക്ട് കാണുന്നില്ല. അപ്പൊ പിന്നെ അവർക്ക് എങ്ങനെ അച്ഛനമ്മമാരോട് റെസ്പെക്ട് ഉണ്ടാവുക? ഇതൊന്നും പറഞ്ഞുണ്ടാക്കേണ്ടതല്ല, ഇതൊക്കെ ആചരിച്ചുണ്ടാക്കേണ്ടതാണ് അല്ലേ? അതാണല്ലോ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്, യദ്യദാചരതി ശ്രേഷ്ഠ തദ്ദേവേദരോചനാം സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ലോകം അനുവർത്തിക്കണമെങ്കിൽ യദ്യദാചരതി, നമ്മൾ ആചരിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പൊ അമ്മ അച്ഛനെ അഭിസംബോധന ചെയ്യുന്നത് ആര് കാണുന്നുണ്ട്? കുട്ടി കാണുന്നുണ്ട്. അച്ഛൻ അമ്മയെ അഭിസംബോധന ചെയ്യുന്നത് ആര് കാണുന്നുണ്ട്? അച്ഛൻ അമ്മയെ എടി എടി എന്നാണ് വിളിക്കുന്നതെങ്കിൽ കുട്ടിക്ക് അമ്മയോട് ആദരവുണ്ടാവില്ല. അവനും തോന്നും ഇത് ഏതൊരു എടിയാണെന്ന്. അല്ലേ? ശരിയല്ലേ? ചിന്തിക്കും നിങ്ങൾ. അതൊക്കെ ഓരോ നമ്മുടെ സംസ്കാരങ്ങൾ നമ്മൾ വീഴ്ച വരുത്തുമ്പോഴാണ് സമൂഹത്തിൽ നമ്മൾ വഴിതെറ്റിക്കുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ ഇവിടെ പറയുന്നു വിശ്രംഭേണ. വിശ്രംഭേണ എന്ന് പറഞ്ഞാൽ വളരെ ആദരവോടെ, ആത്മശൗചേന, വളരെ ശുചിത്വത്തോടു കൂടിയിട്ട്. ഒരു ഭാര്യ എന്ന് പറയുമ്പോണ്ടല്ലോ 4 കാര്യങ്ങളാണ് നമ്മുടെ പൂർവികന്മാര് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ത്രീയിൽ നിന്ന് 4 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. കാര്യേഷു മന്ത്രി, കുശലേഷു ദാസ്യ, ഗൃഹേഷു ലക്ഷ്മി, ശയ്യേഷു വേശ്യ. ഇങ്ങനെ 4 കാര്യങ്ങൾ ഒരു സ്ത്രീയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താർത്ഥം? കാര്യേഷു മന്ത്രി എന്ന് പറഞ്ഞാൽ വീട് കൊണ്ട് നടക്കുന്ന കാര്യത്തിൽ ഒരു അടുക്കവും ചിട്ടയും ആർക്കുണ്ടാവണം? ഒരു ഭാര്യയ്ക്ക് ഉണ്ടാവണം. അതായത് നല്ല വെൽ ഡ്രസ്സൊക്കെ ചെയ്ത് ഉഷാറായിട്ട് ഭാര്യ ഇരിക്കണം. രാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായിട്ട് ഭർത്താവ് കാണുമ്പോൾ തന്നെ വളരെ ഒരു സന്തോഷം തോന്നണം എന്നാണ്. അങ്ങനെ ഒരു മുഖം കണ്ടുകൊണ്ട് വേണം ഭർത്താവ് ഉണർന്നു വരാൻ എന്നുള്ളതാണ്. രാവിലെ അങ്ങനെയാണ് നമ്മുടെ ജീവിതം ഉണ്ടല്ലോ. തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ നോക്കുക, ദിവസം മുഴുവൻ നമുക്ക് പ്രസന്നതയായിരിക്കും. അതല്ല രാവിലെ തന്നെ നമ്മൾ ഒരു ഡള്ളായിട്ട് തുടങ്ങിയ അന്നത്തെ ദിവസം മുഴുവൻ ഡള്ളാണ്. ഈ പെൺകുട്ടി ആത്മശൗചേന ഗൗരവേണ, ഗൗരവം എന്ന് പറഞ്ഞാൽ വേണ്ടതും വേണ്ടാത്തതും മനസ്സിലാക്കിക്കൊണ്ട് ഭർത്താവിനോട് വേണ്ടതാണെങ്കിൽ പറയും, വേണ്ടാത്തതാണെങ്കിൽ പറയില്ല. നമ്മുടെ ടോക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ നമ്മൾ